ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്പ്യാർ വട്ടം എന്നും സംസ്കൃതത്തിൽ നന്ദി വൃക്ഷ എന്നും വിഷ്ണുപ്രിയ, ക്ഷീരി എന്നും ഹിന്ദിയിൽ ചാന്ദിനി എന്നും അറിയപ്പെടുന്ന നന്ദ്യാർവട്ടമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമ്മുടെ പൂന്തോട്ടങ്ങൾക്ക് മനോഹാരിത ചാർത്തി നൽകുന്ന തൂവെള്ള നിറത്തിലുള്ള പൂക്കളാണ് നന്ദ്യാർവട്ടത്തിൻ്റേത്. ഗ്രാമഭംഗിയുടെ തനതായ സൗന്ദര്യം വിടർത്തുന്ന ഇവ ഒരു നിത്യഹരിത കുറ്റിച്ചെടിയാണ്. പണ്ടുകാലങ്ങളിലെല്ലാം നമ്മുടെ എല്ലാം പൂന്തോട്ടങ്ങളിൽ വളരെ വലിയൊരു സ്ഥാനം തന്നെയായിരുന്നു നന്ദ്യാർവട്ടപ്പൂക്കൾക്ക്. ഇന്ത്യയിൽ എല്ലാ പ്രദേശങ്ങളിലും കണ്ടുവരുന്ന ഒരു ചെടിയാണ് നന്ദ്യാർവട്ടം. 2.5 മീറ്റർ ഉയരത്തിൽ കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഈ ചെടിയുടെ ഇലകൾ ദീർഘവൃത്താകൃതിയിലുള്ളതാണ്. ഇലകളിലും ശാഖകളിലുമൊക്കെ വെളുത്ത നിറത്തിലുള്ള മരക്കറ നമുക്ക് കാണാൻ കഴിയും. മരക്കറയിൽ റെസിനുകളും ആൽക്കലോയിഡുകളും അടങ്ങിയിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഈ ചെടിയുടെ ശാഖാ അഗ്രങ്ങളിൽ 6 മുതൽ 8 എണ്ണം വീതമുള്ള കുലകളായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത്. തൂവെള്ള നിറത്തിലുള്ള ഈ പൂക്കൾ വിരിയുന്നത് രാത്രി കാലങ്ങളിലാണ്. കമ്പുകൾ മുറിച്ചു നട്ടോ പതി വെച്ചൊക്കെ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ചെടി നട്ട് 1 വർഷം കൊണ്ട് തന്നെ ഇതിനകത്ത് പൂക്കൾ വരുന്നത് കാണാം. നന്ദ്യാർവട്ടത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റികളൊക്കെ ഇന്ന് നമുക്ക് വിപണിയിൽ ലഭിക്കാനുണ്ട്. ഈ മിനിയേച്ചർ വെറൈറ്റീസ് പൊതുവെ എല്ലായിടത്തും പൂന്തോട്ടങ്ങളിൽ ബോർഡറായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഒത്തിരി വളത്തിൻ്റെയോ പരിചരണത്തിൻ്റെയോ ആവശ്യമില്ലാതെ നിറയെ പൂക്കൾ തരുന്ന ഒരു നല്ല ചെടിയാണിത്. ചെടിയുടെ ഇലകളിലും പൂമൊട്ടുകളിലും ഒക്കെ നമുക്ക് പുഴുശല്യം കാണാറുണ്ട്. അതിനായിട്ട് നമുക്ക് നീമോയിലോ അല്ലെങ്കിൽ സോപ്പ് കലർന്ന മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കൂടാതെ ചെടി നനയ്ക്കുന്ന സമയങ്ങളിൽ ചെടിയുടെ ഇലകൾക്ക് മേലെയും പൂക്കളുടെ മീതെയൊക്കെ വെള്ളം വീഴുമ്പോൾ യാതൊരു തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷനുകളും ചെടിയിൽ ഉണ്ടായി കാണാറില്ല. സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറമാണല്ലോ നമ്മുടെ വെള്ള. അത്തരം വെള്ള നിറത്തിലുള്ള പൂക്കൾ നമ്മുടെ പൂന്തോട്ടങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ പൂന്തോട്ടങ്ങളുടെ മനോഹാരിത കൂടി വരികയാണ് ചെയ്യുക. ഹൈബ്രിഡ് ഇനങ്ങളും മിനിയേച്ചർ ഇനങ്ങളും മാത്രം നമ്മുടെ പൂന്തോട്ടങ്ങളിൽ ഉൾപ്പെടുത്താതെ ഇതേപോലെയുള്ള നാടൻ ചെടികൾ കൂടി നമ്മുടെ പൂന്തോട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.